ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. ഷാനു സമദ് ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നബിദിനാശംസകൾ, അതോടൊപ്പം ഉത്രാടദിന ആശംസകളും. അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1501 ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ലോകത്തിന് മുഴുവനും കാരുണ്യമായി കടന്നു വന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാഠങ്ങൾ ലോകത്തെ പഠിപ്പിച്ച ആ മഹാന്റെ സന്ദേശം ഇന്നും നമുക്ക് എത്രയോ പ്രസക്തമാണ്. ഈരാറ്റുപേട്ടയിലെ വിവിധ മദ്രസകളുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 7 മണിക്ക് പുതുപ്പള്ളി മക്കാം പരിസരത്ത് നിന്നും ആരംഭിച്ചു. ചേനാട് കവല കടുവാമൊഴി മസ്ജിദുൽ നൂറ് കഴിഞ്ഞ് അവിടെ സമാപനം കുറിച്ചു. ഈരാറ്റുപേട്ടയിലെ മഹല്ല് ഇമാമികൾ, മദ്രസ ഉസ്താദന്മാർ, അതുപോലെ തന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, മറ്റു പ്രസ്ഥാനത്തിൻ്റെ സുന്നി നേതാക്കന്മാർ എല്ലാവരും സജീവമായി പങ്കെടുത്തു. ഇത് നമ്മുടെ ഹയാത്തുദ്ദീൻ ഓഡിറ്റോറിയമാണ്. ഇവിടെ 1200 കിലോ അരിയുടെ കന്തിരിച്ചോറാണ് ഇന്ന് വെച്ചത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് എനിക്ക് കന്തിരിച്ചോറ് കിട്ടുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ക്യൂവും ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുത്തമ്പള്ളിയുടെ ഭാഗത്ത് താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൂപ്പണൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല മനസ്സുകളുടെ സന്മനസ്സുകൊണ്ട് എനിക്കും അവർ ഒരു പൊതി ചോറ് തന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു കുളിർമയാ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇത് കണ്ടിരുന്നു. ഒരുപാട് നാളുകളായി ഇപ്പോൾ ഇങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ ചക്കിയെയും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി. അവൻ്റെ ഓർമ്മയിൽ ഇതൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചോറും വാങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളിന്ന് പേട്ട ടൗണിൽ കൂടെ അല്ല വീട്ടിലേക്ക് പോകുന്നത്, നമ്മുടെ തടവന പാലം കയറിയാണ്. അതിനൊരു കാരണമുണ്ട്. കണ്ടോ, പാലം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, എന്ത് രസമാണ് അല്ലേ. എൻ്റെ കുട്ടിക്കാലത്ത് നബിദിനമെന്ന് പറയുമ്പോൾ തന്നെ വീടുകളും റോഡുകളും ഒക്കെ ഇങ്ങനെ നമ്മൾ അലങ്കരിക്കുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല.